നോർമലി കാര്യമായിട്ട് ഒന്നും പഠിക്കാനില്ലാത്തൊരു ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ചോദിച്ചിരുന്നുള്ളൂ, ചോദിച്ച സ്റ്റൈല് മാറിപ്പോയി. അതുകൊണ്ട് ഇതിലത്തെ മാർക്കും കിട്ടാതെ പോയവരുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. എന്തായാലും നോക്കി നോക്കാം. Z = 1+2i ആണ്. അപ്പോൾ മോഡ് Z² എന്താണെന്നുള്ളത്. ഓക്കെ, ആ സ്ക്വയർ അവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ മിക്ക കുട്ടികളും ആൻസർ എഴുതായിരുന്നു. മോഡ് Z എന്താണെന്ന് കണ്ടുപിടിക്കാം, മോഡ് Z² എന്നിട്ട് എഴുതാം. Z = 1+2i ആണ്. നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത എയും ബിയും കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പോൾ മോഡ് സെറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? √a² + b² ആണ്. ഇവിടെ എ എന്താ? 1, അപ്പോൾ 1². ബി എന്താ? 2, അപ്പോൾ 2². അപ്പോൾ 1² + 2² ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും, √5. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇത് കത്തിയവർക്ക് എഴുതായിരുന്നു. മോഡ് Z² എന്ന് പറഞ്ഞാൽ എന്താവും? അപ്പോൾ √5ൻ്റെ സ്ക്വയർ, 5ൻ്റെ റൂട്ടും സ്ക്വയറും കട്ട് ചെയ്ത് പോയി 5 മാത്രമാവും. ഇത്രയേ ഉള്ളൂ. അല്ല നിങ്ങൾ ഡയറക്റ്റായി ചെയ്യായിരുന്നെങ്കിൽ ഈ റൂട്ട് ഇവിടെ എഴുതണ്ട, ഡയറക്റ്റായിട്ട് 5 ഇവിടെ എഴുതി കൊടുത്താൽ മതിയായിരുന്നു. ആ റൂട്ട് യൂസ് ചെയ്യേണ്ട. മോഡ് Z² 5 ആണ്. ഇത്ര ചെയ്യേണ്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, Z = 1+i/1 - i ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ട് എഴുതാം. ഒരിക്കലും ഇത് കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു ഫോമാറ്റ് അല്ല, a+ib ഫോമാറ്റിലല്ല. അപ്പോൾ ഇതിന് a+ib ഫോമാറ്റിലാക്കുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഇതേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ a+ib ഫോമിലാക്കിയതിന് ശേഷം മാത്രം റിയൽ പാർട്ട് ഏതാണെന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ബി പാർട്ട് നോക്കി വെക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് a+ib ഫോമിലേക്ക് മാറ്റാം. 1+i/1 - i. ഓക്കെ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിൻ്റെ, ആവർത്തിച്ച് പറയുന്നു, ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ്. ഓക്കെ, അതുകൊണ്ട് വേണം മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാൻ. അതെന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഡിനോമിനേറ്റർ പറഞ്ഞാൽ 1 - i അല്ലേ, അതുകൊണ്ടല്ല, അതിൻ്റെ കോൺജുഗേറ്റും ഉണ്ട്. 1 - iൻ്റെ കോൺജുഗേറ്റ് 1+i. അതുകൊണ്ട് മുകളിലും താഴെയും അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലാതെ മുകളിൽ 1+i കൊണ്ട് താഴെ 1 - i കൊണ്ട് ആ പരിപാടിയൊന്നും വേണ്ട. മുകളിലും താഴെയും ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1+i കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, എല്ലായിടത്തും ഒന്നിലധികം ടേംസ് ഉണ്ടായതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. ശരി, ഇനി ബ്രാക്കറ്റ് പൊളിക്കാം. ഇനി 1 × 1, 1 തന്നെ. 1 × i. ബ്രാക്കറ്റ് പൊളിക്കുമ്പോൾ ഒന്നിലധികം ടേംസ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇങ്ങനെ പൊളിക്കണമെന്ന് അറിയാമല്ലോ. 1 × 1, 1 തന്നെ. 1 × i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i. അടുത്തത് i × 1. i × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ i തന്നെ. i × i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i². ഡിവൈഡ് ബൈ, ഇവിടെ a - b × a+b ഫോമാറ്റാണ്. അത് a² - b² എന്ന് അറിയാവുന്നവർ അങ്ങനെ എഴുതിക്കോ, തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെയും ബ്രാക്കറ്റ് പൊളിച്ചാൽ മതി. 1 × 1, 1. 1 × i, i. -i × 1 ആണ് അടുത്ത് ചെയ്യേണ്ടത് കേട്ടോ. -i × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -i. ഇനി -i × i, അപ്പോൾ എന്ത് വരും? -i². അല്ല, a - b × a+b, a² - b² എന്നറിയാവുന്നവർക്ക് ഡയറക്റ്റായിട്ട് എഴുതി പോവാം, കുഴപ്പമൊന്നുമില്ല. ഇനി 1+i+i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2i. i² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. i² എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇനി താഴെ നോക്കി നോക്കൂ, 1+i - i. +iയും -iയും ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ, ക്യാൻസൽ ചെയ്ത് കളയാം. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് നിങ്ങൾ a² - b² എന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി -i², അതായത് മൈനസ് ഉണ്ട്, i²ന് ഒരു -1 കൂടെ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുന്ന എഴുതുന്നു. ഓൾറെഡി മൈനസ് ഉണ്ട്, i² എന്ന് പറഞ്ഞാൽ -1 ആയതുകൊണ്ട് അത് എഴുതി കൊടുക്കാം. നമുക്ക് ഒന്നും കൂടെ നോക്കി നോക്കാം. ഇവിടെ 1 ഉണ്ട്, ഒരു -1 ഉണ്ട്. ഇതും ക്യാൻസൽ ചെയ്ത് കളയാലോ, ക്യാൻസലായി പോവും. 2i, ബാക്കി 2i അല്ലേ ഉള്ളൂ. ഇനി താഴെ നോക്കിയാൽ 1 - -1. അറിയാത്തൊരു കാൽക്കുലേറ്ററിൽ കൊടുത്തോ. 1 - -1 കഴിഞ്ഞാൽ പ്ലസ് ആവും. 1 + 1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 2ഉം കൂടെ ക്യാൻസലായിട്ട് വെറും i ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് a+ib ഫോമിലായിട്ടില്ലല്ലോ. നമ്മളോട് റിയൽ പാർട്ടല്ലേ ചോദിച്ചത്. Z = i എന്നാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ a+ib ഫോമിൽ എഴുതി കഴിഞ്ഞ് ഇതൊക്കെ a+ib ഫോമിൽ എഴുതി നമ്മൾ പഠിച്ച 0 + 1i അല്ലേ. Z = i നമുക്ക് 0 + 1i എന്ന് a+ib ഫോമിൽ എഴുതാം. റിയൽ പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, റിയൽ പാർട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആൻസർ? 0. ഓക്കെ, റിയൽ പാർട്ട് ഓഫ് Z = 0 എന്ന് എഴുതിയിട്ട് അവിടെ ആൻസർ അവസാനിപ്പിക്കാം. അത് എഴുതി കൊടുക്കണം. റിയൽ പാർട്ട് ഓഫ് Z കിട്ടി, നമുക്ക് 0 എന്ന് കിട്ടി. ഇനി വേരിഫൈ മോഡ് Z = മോഡ് Z⁻. ഇതും കെണിയായിട്ട് കിട്ടാതിരുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള Z ഇപ്പോൾ i ആണ്. മോഡ് Z കണ്ടാലും, അതായത് സെഡിൻ്റെ മോഡുലസ് ഉണ്ടാലും Z⁻ മോഡുലസ് ഉണ്ടാലും സെയിം ആണെന്നാണ് നമുക്ക് വേരിഫൈ ചെയ്യേണ്ടത്. അത് നമുക്ക് സെഡിൻ്റെ മോഡുലസ് കാണാം.
ഇത് നമ്മൾ സെറ്റ്സിലൊക്കെ കാണാമല്ലോ, ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ LHS RHS കണ്ടുപിടിച്ച് നോക്കുക, സെയിം ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇതാണ് പരിപാടി. മോഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ √a² + b² യൂസ് ചെയ്യുക. ഐ എന്ന് പറഞ്ഞാൽ എന്താ, വേണമെങ്കിൽ a+ib ഫോമിൽ എഴുതാം. 0+1i ആണ്. a² എന്ന് പറഞ്ഞാൽ 0², b² എന്ന് പറഞ്ഞാൽ 1². അപ്പോൾ ഒരിക്കലും ഐ കൊണ്ടുവരരുത് കേട്ടോ, മോഡുലസിനകത്തേക്ക് ഐ എഴുതരുത്, വെറുതെ തെറ്റിക്കും. അപ്പോൾ 0² + 1² എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ മോഡ് സെറ്റ് 1 കിട്ടും. ഇനി സെഡ് ബാറിൻ്റെ മോഡുലസ്, അതിന് ആദ്യം നമുക്ക് സെഡ് ബാർ വേണ്ടേ. സെഡ് ബാർ എന്താ വരിക, 0+1i ആയി കഴിഞ്ഞാൽ സെഡ് ബാർ 0 - 1i. ഇനി അതിൻ്റെ മോഡുലസ് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ a എന്ന് പറഞ്ഞാൽ 0 ആണ്, b എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ, -1ൻ്റെ സ്ക്വയർ അപ്പോൾ എഴുതി a² + b². 0² എന്ന് പറഞ്ഞാൽ 0 തന്നെ, -1ൻ്റെ സ്ക്വയർ 1, 0 + 1 അത് എന്തുതന്നെയാണ്, √1, 1 തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ മോഡ് സെറ്റും 1 ആണ്. അത് തന്നെയാണ് എന്ത്, മോഡ് സെറ്റ് ബാർ. വെരിഫൈഡ്. ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. കാര്യം മനസ്സിലാക്കാതെയും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ശ്രദ്ധയോടെ വായിക്കാത്തതിൻ്റെയും പ്രശ്നമാണ്.